ഹായ് ഫ്രാൻസ്, നിങ്ങളുടെ സ്വന്തം കണ്ണൂർക്കാരനായ ഫനാസ്കയുടെ പ്രാവിൻ്റെ വിശേഷങ്ങളാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ 3 പറവ് പ്രാവിനെ മേടിച്ചിട്ടുണ്ട്. അത് 3ഉം ആണാണ്. അതിൻ്റെ ചിറകും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നതായിരിക്കും. അതിലൊരു പ്രാവിനെ ഞാനിപ്പോൾ പൊരിക്കാൻ പോവുകയാണ്. ഇതൊരു പുള്ളിപ്രാവാണ്, വാൽക്കറപ്പിൽ ഒരു പുള്ളിപ്രാവ്. ഇതിൻ്റെ ചിറക് ഇതിപ്പോൾ നിങ്ങൾ ഈ 3 ചിറകില്ലേ, ഈ ചെറിയ ചിറകും ഈ 3 ചിറകും ഈ 4ഓളം ചിറക് ഈ ലെവലിൽ 4 ചിറക് ഈ ഇവിടം വരെ മുട്ടിക്കഴിഞ്ഞാൽ നല്ല പറവപ്രാവാണ്, നല്ല ഹൈ ഫ്ലയറാണ്. എന്നുവെച്ചാൽ നല്ല ഹൈറ്റ് കയറി പറക്കുന്ന പ്രാവ്. ഈ ചെറിയ ചിറകും ഈ ബാക്കി വരുന്ന ഈ 3 ചിറകും അടുപ്പിച്ചുണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് പറക്കുന്ന പ്രാവാണ്. പിന്നെ ഇതെല്ലാം ഈ ലെവലിൽ കുറേ ഇതായിട്ട് നിൽക്കണം. പിന്നെ അടുപ്പിച്ചിട്ട് ഈ വരുന്ന ചെറിയ ചിറകുകളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലയറാണ്. പിന്നെ ഈ ചിറക് വാലിൻ്റെ അടുത്തോളം മുട്ടണം. പിന്നെ കണ്ണിൻ്റെ പറയുകയാണെങ്കിൽ ഇത് മഞ്ഞക്കണ്ണാണ്, കണ്ട, തെളിഞ്ഞ മഞ്ഞക്കണ്ണാണ്. ഇത് ആംബ്രാവാണ് കേട്ടോ. ഈ ഇപ്പോഴത്തെ കണ്ണ് കാണിച്ചു തരാം. ഇത് ആംബ്രാവാണ്, മഞ്ഞക്കണ്ണിൽ ആംബ്രാവാണ്. നമ്മളിതിന് ഒരു മഞ്ഞക്കണ്ണ് സബ്ജന ഇടേണ്ട പരിപാടിയാണ്. മഞ്ഞക്കണ്ണ് ലൈറ്റ്, ഇതിനകത്ത് ലൈറ്റ് മഞ്ഞക്കണ്ണ് സബ്ജന ഇടേണ്ട പരിപാടിയാണ്. സബ്ജന മഞ്ഞക്കണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇതിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി പറക്കുന്ന പ്രാവായിട്ട് മാറും. ഈ പ്രാവിൻ്റെ കുട്ടികൾ രാത്രിയെല്ലാം പറക്കും. അല്ലെങ്കിൽ കലങ്ങൻ കണ്ണിനിട്ട് കഴിഞ്ഞാലും രാത്രി, കലങ്ങൻ കണ്ണെ സബ്ജ ഉണ്ടെങ്കിൽ അതിലിട്ട് കഴിഞ്ഞാലും രാത്രി പറക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ മറ്റേ കുറച്ച് ഡാർക്ക് മഞ്ഞക്കണ്ണ്, ചോരക്കണ്ണ് പോലത്തെ ഡാർക്ക്, അത്ര ചോരക്കണ്ണല്ലാത്ത ഡാർക്ക് മഞ്ഞക്കണ്ണിട്ട് കഴിഞ്ഞാലും ഈ പ്രാവിൻ്റെ കുട്ടികൾ നല്ല പറക്കും. ഇത് ഒറ്റ ഇരിപ്പുള്ള പ്രാവാണ്, ഒറ്റ ചവിട്ട് പ്രാവാണ്. ഇതിൻ്റെ കാലുകൾ കണ്ട, ഇത് ഒരു നോക്കവും വേറെ കളറല്ല. ഇത് ഒറ്റ ചവിട്ട് പ്രാവാണ്. പ്രാവ് ഇതിൻ്റെ കുട്ടികൾ ഇതേ പെമ്പ്രാവിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുട്ടി പറന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഏടെ ഇരിക്കുന്ന അവിടെ തന്നെ പിന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നല്ലോണം മെഴുക്കിയിട്ട് ഈ പ്രാവിൻ്റെ കുട്ടികളെ ഇറക്കാൻ പറ്റും. ഇതിൻ്റെ പെമ്പ്രാവിനെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ അതിൻ്റെ മെസ്സേജിൽ അയക്കണം, നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ അയക്കണം കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. ഇതും ഒരു ബാൽക്കറുപ്പ് പുള്ളിപ്രാവാണ്. ഇതിൻ്റെ ചിറക് കണ്ട, ഇതിൻ്റെ ചിറക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ചിറക് വരാനുണ്ട്, ഇനിയും വളരാനുണ്ട്. ഇപ്പോൾ ഈ 4 ചിറക് ഒരേപോലെയാണ്, ഇനിയും കുറച്ചും കൂടി വളരാനുണ്ട്. ഈ 4 ചിറകും ഈ വരുന്ന ചിറകും ഇതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്ലയറാണ്. ഹൈ ഫ്ലയർ വർഗത്തിൽപ്പെട്ട പ്രാവാണ്. ഇത് മഞ്ഞക്കണ്ണ, നല്ലോണം വെലിഞ്ഞ് പറക്കും. നല്ല മഞ്ഞയിൽ തരിയുള്ള മറ്റേ കൃഷ്ണമണിക്ക് ചുറ്റും ലൈറ്റ് മഞ്ഞായിട്ടുള്ള പ്രാവാണ്. ലൈറ്റ് മഞ്ഞ റൗണ്ടുള്ള പ്രാവാണ്. ഇതിൻ്റെ കുട്ടികൾ നല്ല പറക്കും. ഇതിൻ്റെ ചിറക് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലോങ് വെലിഞ്ഞ് പറക്കുന്ന പ്രാവാണ്. പിന്നെ ഇതിൻ്റെ കാലെന്ന് പറയുന്നത് ഇത് താറയിലും സബ്ജയിലും പറഞ്ഞ പ്രാവാണ്. ഇത് താറയിലും സബ്ജയിലും പറഞ്ഞ പ്രാവാണ്. ഇതിൻ്റെ നഖം വെള്ളയും ബ്രൗണും ഉണ്ട്, കറുപ്പും ഉണ്ട്. ഇത് പിന്നെ മാറി ചവിട്ടുമെന്നല്ല, പിന്നെ ഫസ്റ്റ് നമ്മൾ ഇളക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുട്ടികൾ കുറച്ച് കളിക്കും. പക്ഷെ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലത്തെ ആ പ്രാവിനെ പോലത്തെ പ്രാവിൻ്റെ ഇതിലുള്ള പ്രാവിനെ ഇതിനെ ജോഡാക്കി ഇട്ട് കഴിഞ്ഞാൽ, ഒരു സബ്ജന ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കാലുള്ള കുട്ടികളാണ് വരാൻ. അപ്പം പിന്നെ കുറച്ച് കളിപ്പിക്കും. പക്ഷെ എന്നാലും പ്രാവ് നമ്മളെ
ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കും. അല്ല ഇതിൻ്റെ ചിറകെല്ലാം കണ്ട നല്ല ഇതുള്ള പ്രാവാണ്. പക്ഷെ പ്രാവിനെ അവരാട്ടിയിട്ടില്ല, ചിറക് പിരിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഇതില്ലാത്തത് കേട്ടോ. ഓക്കെ. ഇതൊരു താറ പ്രാവാണ്. താറയിൽ താറപ്പുള്ളി എന്ന് പറയും, ചുവന്ന പുള്ളികളുണ്ട്. ഇത് താറയിൽ ഒരു മഞ്ഞയിൽ കറുപ്പ് കുത്തുള്ള കരിം കുത്തുള്ള പ്രാവാണ്. മഞ്ഞയിൽ കൃഷ്ണമണിക്ക് ചുറ്റും ലൈറ്റ് മഞ്ഞ റൗണ്ടും ബാക്കിയുള്ള തരിയുള്ള നല്ല കുട്ടികളിറങ്ങുന്ന പറപ്രാവ് കുട്ടികളിറങ്ങുന്ന പിന്നെ ആമ്പ്രാവാണ്. ഇതിൻ്റെ ദസ്ത കണ്ടോ, ഇതിൻ്റെ ദസ്ത ഫുൾ ഇതാണ്. അപ്പോൾ നല്ല മഴയത്തും ഇതിൻ്റെ പിന്നെ ദസ്ത കുറച്ച് അത്ര തടിയില്ല, തടി കുറവാണ്, സ്ട്രൈറ്റ് ദസ്ത. ഇത് മഴയത്ത് നല്ല പറക്കും. അതേപോലെ ഇത് മറ്റേ കാറ്റ് പിന്നെ ഈ കടപ്പുറ സൈഡല്ലെങ്കിൽ പിന്നെ ഈ കാറ്റത്ത് നല്ലോണം പറക്കും. അത് കാറ്ററുപത്തെ പ്രാവാണ്. കാറ്റത്ത് നല്ലോണം ഈ പ്രാവിൻ്റെ കുട്ടികൾ പറക്കും കേട്ടോ. ഇതിങ്ങനെ ദസ്ത ഭരിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം പറക്കുന്ന പ്രാവാണ്. നമ്മൾ ആ ദസ്ത ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ചിറക് ഇതെല്ലാം കാലിതാണ്. അപ്പോൾ ഇത് ആമ്പ്രാവാണ്. ഇതിന് ഇതിന് 3 എണ്ണത്തിൽ സബ്ജയോ കറുപ്പോ ഇടാനുള്ള പ്ലാനാണ്. നിങ്ങൾ ഈ കൂട്ടിലുള്ള പ്രാവിനെ നിങ്ങൾ ശരിക്കും നോക്കിക്കോളി. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാവിനെ മേടിച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് അതിൽ പ്രാവിനെ മുക്കിയതിന് ശേഷം അതിനെ വെയിലത്തിട്ട് നല്ല ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലുള്ള നമ്മളിപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ നിന്നാണ് പ്രാവിനെ മേടിക്കുന്നതെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ കൊണ്ടുവന്നപ്പാടും മഞ്ഞൾ വെള്ളത്തിൽ പിന്നെ പ്രാവിനിട്ട് കുളിപ്പിച്ച് ചിറകെല്ലാം നല്ല നനച്ചതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം എടുത്തിട്ട് വെയിലത്തിട്ടതിന് ശേഷം നമ്മളെ കൂട്ടിലേക്ക് മാറ്റാണെന്നാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കള്ളിക്കൂടിലിട്ട് അതിനെ 2 ദിവസം നോക്കിയിട്ട് ഉള്ളിലേക്ക് ഇടാമെന്നാണ്. പക്ഷേ ഫസ്റ്റ് നമ്മൾ ആ മഞ്ഞൾ വെള്ളത്തിൽ ആ പ്രാവിനെ നമ്മൾ ഒന്ന് കുളിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പല കൂടുകളിലും വരുന്ന പ്രാവാണ്. അത് ചിലപ്പോൾ അതിൻ്റെ ബാക്ടീരിയകളുണ്ടാവും, അതിൻ്റെ ശരീരത്തിൽ ചില അണുക്കൾ ബാധ ഉണ്ടാവും. അതെല്ലാം ഈ മഞ്ഞളിൻ്റെ ഇതിൻ്റെ കൊണ്ട് അത് പിന്നെ അതിൻ്റെ എല്ലാ ഇതും പോകുന്നതായിരിക്കും, അതിൻ്റെ രോഗങ്ങളെല്ലാം പോകുന്നതായിരിക്കും. പിന്നെ മാസത്തിൽ 2 പ്രാവശ്യം മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കണം. പിന്നെ ആഴ്ചക്ക് 2 പ്രാവശ്യം വിറ്റാമിൻസ് മരുന്ന് കൊടുക്കണം. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന വിറ്റാമിൻസ് മരുന്ന് കൊടുക്കണം. അത് നമ്മൾ ഏതെങ്കിലും മൃഗാശുപത്രി പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു തരും പ്രാവിന് എന്താണ് വിറ്റാമിൻസ് ഗുളിക മരുന്ന് കൊടുക്കേണ്ടത്, അത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് മതി. ഓക്കെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ആശംസകൾ. എൻ്റെ തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. നിങ്ങളത് തെറ്റുകൾ തിരുത്തി തരണം.